കായൽ കാറ്റേറ്റ് തളർച്ചയറിയാതെ തിരക്ക് പിടിച്ച ജീവിതങ്ങൾക്കിടയിൽ അനേകം വർണ്ണങ്ങൾ നിറം ചേർത്ത് നിൽക്കുന്ന ഈ നഗരം, ഇത് കൊച്ചി. അറബിക്കടലിനഴക് പകർന്ന് സന്തോഷ സന്താപങ്ങളിൽ എന്നും കൂടെയുണ്ടായിരുന്ന റാണി, കൊച്ചി മഹാനഗരം. ഈ മണിസൗധങ്ങൾക്കിടയിൽ പുറംകാഴ്ചകൾക്കപ്പുറത്തെ ജീവിതങ്ങളിലേക്കല്ല നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത്. ആരെയും എന്തിനേയും കൈനീട്ടി സ്വീകരിക്കുന്ന ഈ നഗരത്തിനകത്ത് എല്ലാ വളർച്ചകൾക്കും തളർച്ചകൾക്കും സാക്ഷ്യം വഹിക്കുകയും പുതിയ ദിശാബോധം പകർന്നു നൽകുകയും ചെയ്ത കലാലയും മുത്തശ്ശിയും, നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള മണ്ണിന്റെ ഗന്ധപൂരിതമായ ചരിത്രത്തിന്റെ ഭാഗമായ നിയമജ്ഞനുമൊക്കെയും ഈ മഹാനഗരത്തിനകത്ത് ഒഴുകിപ്പരക്കുന്ന കഥകളിലേക്ക്, കാഴ്ചകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഉരുവിട്ട് പഠിച്ച നിയമങ്ങൾക്കും അപ്പുറത്തെ സമസ്യകളാണ് ഈ നഗരം മുന്നോട്ട് വയ്ക്കുന്നതെന്ന തിരിച്ചറിവ് ഈ കാഴ്ചകൾ നമുക്ക് പറഞ്ഞു തരുന്നില്ല. കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഈ നഗരത്തെക്കുറിച്ച് പറയാൻ കഴിയാത്തതും പറയാൻ അറിയാത്തതുമായ കഥകൾ അറിഞ്ഞുകൊണ്ട് തന്നെ മറന്നുവെക്കുകയാണ്. അതെ, ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ പ്രിയങ്കരമായ നഗരം തന്നെയാണിത്. ഒന്നുമില്ലായ്മയിലും ആഡംബരപൂർണമായ ജീവിതം അഭിനയിക്കുന്നവരെയും അരവയർ നിറയാൻ അരിഷ്ടിക്കുന്നവന്റെ യാതനകളെയും മലയാളം മാത്രം സംസാരിക്കുന്ന ഫെയറും ലൗലിയുമായ മുഖങ്ങളെയും ഇവിടെ നമുക്ക് കാണാം. വേഗതയേറിയ ഈ ജീവിതങ്ങൾക്ക് നടുവിലൂടെയാണ് ഈ കവാടത്തിനരികെ ചെന്നെത്തുന്നത്. ഇവിടെയാണ് പുറം ലോകം എന്നും ഭയനിർഭരമായ ആശങ്കകളോടെ നോക്കിക്കണ്ട കൊച്ചി നഗരത്തിന്റെ സ്വന്തം നിയമകലാലയം തലയുയർത്തി നിൽക്കുന്നത്. അതെ, ഇത് ചരിത്രം പിറന്നു വീണ മണ്ണ്, ചരിത്രത്തോടൊപ്പം നടന്നവരുടെ മണ്ണ്, ഇന്നും ചരിത്രം സൃഷ്ടിക്കുന്നവരുടെ മണ്ണ്. ഇന്നലകളിലേക്ക്, മറന്നു പോവരുതാത്ത, മറക്കാത്ത, മരിക്കാത്ത നിയമകലാലയത്തിന്റെ ഇന്നലകളിലേക്ക്. കണ്ടുമറന്ന കാഴ്ചകളിലും കൈമാറിയെത്തിയ കഥകളിലൂടെയും ഞാൻ കണ്ടറിഞ്ഞ, കേട്ടറിഞ്ഞ ലോക്കോസിന്റെ ഇന്നലകളിലേക്ക് അല്പനേരം മിഴി തുറന്നിരിക്കുക. വരിക, ജീവൻ തുടിക്കുന്ന ഇന്നുകൾക്ക് ജീവിതം പകരുന്ന ഞങ്ങളുടെ ഇന്നലകളിലേക്ക്. ഇടിവെട്ടും അമ്മത്തിനു തിരികൊളുത്താം, വെടിപടക്കുതിരയെ പിടിച്ചു കെട്ടാം, പടവെട്ടി പകിടകൾ അടിച്ചെടുക്കാം, എരിയുന്ന സൂര്യനെ പിടിച്ചെടുക്കാം, കടൽ കൊടും കാറ്റിനെ കവർന്നെടുക്കാം, തടയുന്ന കൊടുമുടി അടിച്ചുടയ്ക്കാം, മുകിലിൽ ചെന്നിടി മിന്നലെടുത്തെറിയാം. ഇടിവെട്ടും അമിട്ടിന് തിരികൊളുത്താം, വെടിപടക്കുതിരയെ പിടിച്ചു കെട്ടാം, പടവെട്ടി പകിടകൾ അടിച്ചെടുക്കാം.
പമ്പരം പരത്തിവിടാം. ഇടിവെട്ടും മമ്മൂട്ടിന് തിരികൊളുത്താം. വെട്ടിപ്പട്ട കുതിരയെ പിടിച്ചു കെട്ടാം. പടവെട്ടി പകിടകൾ അടിച്ചെടുക്കാം. ലോ കോളേജ് എന്നും പുതിയ രൂപങ്ങളുടെയും കാഴ്ചകളുടെയും ലോകമാണ്. നാളിതുവരെ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ക്യാമ്പസുകളിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നവരുടെ ക്യാമ്പസ് ഈ വീഡിയോ മാഗസിൻ വരുന്നതോടുകൂടി ലോ കോളേജ് പുതിയ ഒരു കാഴ്ചയ്ക്ക് കൂടി, പുതിയ ഒരു പ്രതിഷേധത്തിന്, പുതിയൊരു പ്രതിരോധത്തിന്, പുതിയൊരു പ്രവർത്തനത്തിന് രൂപം കൊടുക്കുകയാണ്. അത്തരത്തിലുള്ള ഈ ബെഞ്ചാം സുഹൃത്തുക്കളുടെ, ഈ ക്യാമ്പസിൻ്റെ സ്പന്ദനം തിരിച്ചറിഞ്ഞ ഈ സുഹൃത്തുക്കളുടെ മനസ്സിന് 1000 നന്ദി ആദ്യം പറയുന്നു. അതോടൊപ്പം തന്നെ ലോ കോളേജ് യൂണിയൻ്റെ ഭാഗത്തു നിന്നും ഈ മാഗസിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണ പിന്തുണയും ഉണ്ടായിരിക്കുമെന്നും അറിയിക്കുന്നു. ഈ സുഹൃത്തുക്കൾക്ക് ഒരിക്കൽ കൂടി ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് 1000 ആശംസകൾ നേരുന്നു. ചരിത്രം ഉറങ്ങുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന ഒരു ക്യാമ്പസാണത്. പക്ഷേ ചരിത്രം രചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യമത്തിലേക്ക് ബെഞ്ചാം കടന്നു വരുമ്പോൾ അത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്നു. ഈ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്നതിന് ബെഞ്ചാം ഒരുക്കുന്ന ഈ അവസരത്തിന് ക്യാമ്പസ് എന്നും കടപ്പെട്ടതാണ്. അതിലുപരിയായി ഈ യൂണിയൻ്റെ അകമഴിഞ്ഞ സഹകരണവും പ്രോത്സാഹനവും എന്നും ബെഞ്ചാമിനോട് ഒപ്പമുണ്ടായിരിക്കും എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഒപ്പം നമ്മുടെ ക്യാമ്പസും ലോ കോളേജിൻ്റെ ഹൃദയതാളങ്ങൾ പകർത്തുവാനുള്ള ബെഞ്ചാം സുഹൃത്തുക്കളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആത്മാർത്ഥമായ നന്ദിയും കോളേജ് യൂണിയൻ്റെ പേരിലുള്ള 1000 അഭിവാദ്യങ്ങളും. ഒടുവിൽ ഒത്തിരി ഭയപ്പാടുകളോട് നിന്ന എന്റെ മുന്നിൽ ഈ കലാലയത്തിന്റെ കവാടം മലർക്കെ തുറന്ന് സ്വാഗതം ചെയ്തു. ഇനി ഞാനും ഈ നിയമകലാലയത്തിന്റെ സന്തതിയാവുകയാണ്. പുതുതായി കടന്നെത്തുന്നവരെ സ്നേഹപ്രകടനങ്ങൾ കൊണ്ട് മൂടുന്ന ഇവിടുത്തെ സംസ്കാരം എന്നെ എങ്ങനെയാവും സ്വീകരിക്കുക എന്ന വലിയ ചെറിയ ചിന്തകൾ മാത്രമായിരുന്നു മനസ്സിൽ. ഇല്ലാത്ത കസേരയിൽ ഇരിക്കുവാനും കത്തിജ്വലിക്കുന്ന ബൾബ് ഊതിക്കെടുത്തുവാനും മല കയറുന്ന ഭക്തരുടെ ശരണം വിളികളും ഏതായിരിക്കും ആദ്യം എന്നെ എതിരേൽക്കുക എന്ന സന്തോഷം നിറഞ്ഞ സന്തോഷം എനിക്കല്ലെന്ന് പറയേണ്ടതില്ലല്ലോ, എങ്കിലും അത്തരം ചിന്തകൾ തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. ഏറ്റവും പാവത്താൻ ഞാനെന്ന മുഖഭാവം വരുത്തിക്കൊണ്ട് തന്നെയാണ് ഓരോ ചുവടും ഞാൻ മുന്നോട്ട് വെച്ചത്. ഈ മണ്ണിലൂടെയായിരുന്നു ചരിത്രത്തിൽ മറയ്ക്കപ്പെടാത്ത സംഭവങ്ങൾ എഴുതി ചേർത്തവർ ഒരുമിച്ച് നീങ്ങിയത്. ഈ മണ്ണിലായിരുന്നു ലോകം കാതോർത്തിരുന്ന വാർത്തകൾ സൃഷ്ടിച്ചവർ നെഞ്ചുവിരിച്ച് വിരാജിച്ചിരുന്നത്. ഇവിടമായിരുന്നു ക്ഷുഭിത യൗവനങ്ങൾ പൊട്ടിത്തെറിച്ച് ലോകത്തോട് നിയമരാഹിത്യത്തിന്റെ അലയൊലികൾ സൃഷ്ടിച്ച് പ്രതികരിച്ച് ചരിത്രത്തിനൊപ്പം നടന്നു നീങ്ങിയത്.
മരവിച്ചു കിടക്കുന്ന ഈ പാതകളിൽ കാലെടുത്തു വയ്ക്കുമ്പോൾ അനവധി മഹാരഥന്മാർ നടന്നു കയറിയതും തിരിച്ചിറങ്ങിയതും മനസ്സുകൊണ്ട് ഇന്നും ഇവിടെ ജീവിക്കുന്നവരുടെയും സ്വന്തമായ, അല്ലെങ്കിൽ സ്വന്തമായിരുന്ന ക്യാമ്പസിലേക്കാണെന്ന ആവേശം ജ്വലിപ്പിക്കുന്ന, അഭിമാനം തളിരിടുന്ന ചിന്തകളായിരുന്നു മനസ്സ് നിറയെ. ഇന്ന് നമ്മൾ ആരാധനയോടെയും ബഹുമാനത്തോടെയും നോക്കിക്കാണുന്ന നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നവർ, രാഷ്ട്രീയ നഭോമണ്ഡലങ്ങളിൽ നമ്മുടെ നാളെകൾ എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്ന രാഷ്ട്രനായകന്മാർ, കലാസാംസ്കാരിക രംഗത്ത് രാജ്യത്തിന്റെ തന്നെ അഭിമാനമായി മാറിയവർ, അവരൊക്കെയും ഒരു കാലത്ത് ഞാൻ നടന്നു കയറിയതുപോലെ തന്നെ ഈ തവിട്ടുപാതകളിലൂടെ തന്നെയാണ് ഈ കലാലയ മുത്തശ്ശിയുടെ മടിത്തട്ടിലേക്ക് മനസ്സ് നിറയെ പ്രതീക്ഷകളും ആശകളും ആശങ്കകളുമായി വന്നു ചേർന്നത്. മറ്റേതൊരു ക്യാമ്പസിനുമുള്ളതുപോലെ സംഭവിച്ചു പോകാവുന്ന തികച്ചും സാധാരണമായ പ്രവൃത്തികളിലൂടെയല്ല ഈ കലാലയത്തെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞിരുന്നത്. എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിന് എന്നും വേറിട്ടൊരു സ്ഥാനം നൽകി സമൂഹം ആരാധിക്കുന്നത് ആർക്കും ചെന്നെത്താൻ കഴിയാത്തവണ്ണം തേഞ്ഞു പഴകിയ പഴയ പാഠങ്ങളിൽ നിന്ന് മാറി നടന്ന് എന്തിനേയും ഏതിനേയും കലഹിച്ചുകൊണ്ട് സ്നേഹിക്കുവാനും സ്നേഹിച്ചുകൊണ്ട് കലഹിക്കുവാനും കഴിഞ്ഞു എന്നതുകൊണ്ട് മാത്രമാണ്. ഇല്ലാത്ത സ്നേഹം അഭിനയിച്ച് വല്ലാത്ത ചിരി സമ്മാനിക്കുന്ന അഭിനേതാക്കളായി മാറുന്ന പുത്തൻ സംസ്കാരത്തോട് പുറംതിരിഞ്ഞു നിന്ന് ഇഷ്ടമല്ലാത്തതൊക്കെ വെറുക്കുകയും ഇഷ്ടമായതിനെ നെഞ്ചോട് ചേർത്ത് ഇത് ഞങ്ങളുടെ സ്വന്തമെന്ന് വിളിച്ചു പറയുകയും ചെയ്തവരുടെ ക്യാമ്പസാണിത്. അതുകൊണ്ട് തന്നെയായിരിക്കണം എല്ലാം തലതിരിഞ്ഞ ഈ വ്യവസ്ഥിതിയോട് നഗ്നമായി പ്രതികരിച്ച് സ്ട്രൈക്കിംഗ് നടത്തി ചരിത്രത്തിലേക്ക് ഓടിക്കയറിയത്. അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങൾ മാറിമറിഞ്ഞിട്ടും ആവേശം ചോരാതെ ഈ കഥകൾ ഇന്നും താലോലിക്കപ്പെടുന്നത്. പട്ടിണി പാവങ്ങൾക്ക് വേണ്ടത് പട്ടികളുടെ പ്രദർശനമല്ലെന്ന് വിളിച്ചു പറയാൻ ഈ ക്യാമ്പസിന് മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. അഷ്ടിക്ക് വക തേടുന്നവന് പുഷ്പങ്ങൾ ഒരുക്കുന്ന കാഴ്ചയും ഗന്ധവും അരോചകമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന പാഠം കാലം ഓർമ്മിച്ചെടുത്തത് ഈ ക്യാമ്പസ് ഒരുക്കിയ കലാപ്രകടനങ്ങളിലൂടെയായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊച്ചി രാജ്യത്തിന്റെ ഭാഗധേയം നിർണയിക്കപ്പെട്ടിരുന്നത് ഇവിടെയാണ്. കൊച്ചി എന്ന കൊച്ചു രാജ്യത്തിന്റെ ക്ഷേമവും ക്ഷാമവും ഒരു കാലത്ത് ഈ ചുമരുകൾക്കകത്തെ ചിന്തകളെ ചൂടുപിടിപ്പിക്കുകയും ആളിക്കത്തിക്കുകയും ചെയ്തിരുന്നു. കാലം മാറി ജനായത്ത ഭരണത്തിന്റെ സുഖദുഃഖങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഇന്നും ക്യാമ്പസുകളുടെ രാജാവായി തന്നെയാണ് ഈ നിയമകലാലയം തലയുയർത്തി നിൽക്കുന്നത്. കാലം മറന്നതൊക്കെ ഓർത്തുവെക്കുകയും ഓർത്തുവെച്ചത് പറയുകയും പറഞ്ഞുവെച്ചതും പറയാൻ മറന്നതും ചേർത്ത് പുതിയ രൂപങ്ങളായി അവതരിപ്പിക്കുകയും ചെയ്തവരുടെ ചെയ്യുന്നവരുടെ ഈ ക്യാമ്പസിന് രാജപാരമ്പര്യം കൈവന്നത് യാദർച്ഛികമല്ലെന്ന് കണ്ടെടുക്കാൻ അധിക നേരമൊന്നും വേണ്ടിവരില്ല. തകർന്നു വീഴാറായ ഈ കെട്ടിടങ്ങൾക്കകത്ത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ നാളത്തെ കാവൽഭടന്മാർ തയ്യാറെടുക്കുകയാണ്. ഈ തയ്യാറെടുപ്പുകളാണ് ക്യാമ്പസിനെ ജീവസുറ്റതാക്കുന്നത്. ചിരിയും ചിന്തകളും സമ്മാനിക്കുന്ന ലോ കോളേജിന്റെ ജീവിതത്തിലേക്ക് നമുക്കിനി നടന്നു തുടങ്ങാം. അപരാധം. ഇവിടെ വന്നെത്തുന്നതുവരെ ഇത് എനിക്കൊരു പുതിയ വാക്കല്ലായിരുന്നു. ഈ വാക്കിന്
ഞാനും നിങ്ങളും കൽപ്പിക്കാത്ത അർത്ഥവിന്യാസങ്ങളുണ്ടെന്ന പാഠം പകർന്നു തന്നത് എൻ്റെ അനുഭവങ്ങൾ തന്നെയായിരുന്നു. പുതുതായി കടന്നെത്തുന്ന വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ അഭിമുഖം നടത്തിയിരുന്നതും പുതിയ കൂട്ടുകാരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നതും ഉണർന്നിരിക്കുന്നതുമായ സർഗവാസനകളെ പുറത്തെടുപ്പിച്ചിരുന്നതും ഇവിടെ വച്ചായിരുന്നു. ഈ കലാപരിപാടിക്കാണ് അപരാധം എന്ന പേര് നൽകി ആദരിച്ചിരുന്നത്. ഈ മരത്തണലിലായിരുന്നു ലോ കോളേജിലെ ശരിയായ അഭിമുഖം അഥവാ അപരാധം നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മരത്തിന് പേര് വീണു അപരാധി മരം. പുത്തൻ നിയമപഠിതാക്കളുടെ അങ്കലാപ്പിന്റെ വേഗത വർദ്ധിക്കുന്നത് ഇവിടെ നിന്നുമാണ്. അനേകം സൗഹൃദങ്ങൾ തളിരിട്ടതും തളിർക്കാതെ കുഴിഞ്ഞു വീണതും ഇവിടെ തന്നെയായിരുന്നു. ഇന്നും പരിചിതഭാവത്തോടെ പഴയ കൂട്ടുകാരെ തിരിച്ചറിയുന്നത് ഒരുപക്ഷെ ഈ വൃക്ഷമുത്തശ്ശി മാത്രമായിരിക്കും. അനീതിയെ കൂച്ചുവിലങ്ങണയിച്ച് ഇവിടെ തളച്ചിരിക്കുന്നു. നീതി നിഷേധിക്കപ്പെടുന്നവന്റെ വേദന ശില്പമായി പിറവിയെടുത്ത് കണ്ണ് ചൂഴ്ന്നെടുക്കപ്പെട്ടവന്റെ പ്രതിരൂപമായി മാറിയത് ലോ കോളേജിന്റെ ഇന്നലകളിൽ എപ്പോഴോ ആയിരുന്നു. വ്യവസ്ഥിതിയുടെ ജീർണ സംസ്കാരത്തിന് പൊട്ടിച്ചെറിയാൻ കഴിയാത്ത ചങ്ങലകൾ കുരുക്കുന്ന നിയമപഠിതാക്കൾ കണ്ടറിഞ്ഞ കാഴ്ചകളിൽ നിന്ന് അടർത്തിയെടുത്തതാണ് ഈ ശില്പം. ഇന്ന് ഇത് ലോ കോളേജിന്റെ ദേവനായി ആരാധിക്കപ്പെടുകയാണ്. ആദ്യമായി കടന്നെത്തുന്നവർ ഈ ശില്പത്തെ വലം വയ്ക്കുന്നത് ഈ കഥകളൊന്നും അറിയാതെയാണെങ്കിലും പിന്നീട് ചെകുത്താൻ എന്ന ഓമന പേരിട്ട് അവരും ഈ ശില്പത്തെ താലോലിക്കുന്നു. അതെ, ഇന്നത് ചെകുത്താനാണ്, ലോ കോളേജിന്റെ പ്രിയപ്പെട്ട ചെകുത്താൻ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് WTA കോസ്റ്റിയിൽ നിന്നും ആരംഭിക്കുന്നു ഈ കലാലയത്തെ നയിച്ചവരുടെ പട്ടിക. ഇത് ഈ പട്ടികയിലെ അടുത്ത പേരുകാരനാണ്, പ്രൊഫസർ ജെ സത്യശീലൻ. ഇന്ന് നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറിയവർക്ക് നിയമത്തിന്റെ അഴിയാക്കുരുക്കുകളുടെ കെട്ടു തുറന്നുകൊടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ പ്രവൃത്തികൾക്കൊടുവിലെ ഒഴിവു സമയങ്ങളിൽ ഇടം കണ്ടെത്തിയിരുന്നത് ഇവിടെയായിരുന്നു. നിലം പൊത്താറായെങ്കിലും ഇതിന് പേര് ഓഫീസ് എന്ന് തന്നെയാണ്. അമ്പലപ്രാവുകൾ ഏറെയുണ്ടെങ്കിലും ഇതൊരു ദേവാലയമല്ല. കാലം തെറ്റിയെത്തുന്ന പരീക്ഷകളും അതിലേറെ വൈകിയെത്തുന്ന പരീക്ഷാഫലങ്ങളും അത് തേടിയെത്തുന്ന വിദ്യാർത്ഥികളുടെ ആഹ്ലാദ നൊമ്പരങ്ങളും എല്ലാറ്റിനും ഇവിടം സാക്ഷിയാണ്. കാലം വടുക്കൽ കോറിയിട്ട തലതാഴ്ത്തി നിൽക്കുന്ന ഈ കെട്ടിട സമുച്ചയത്തിനകത്ത് ഇത് വേറിട്ടൊരു കാഴ്ചയാണ്. അല്പമെങ്കിലും പുതുമ അവകാശപ്പെടാവുന്ന ഈ ചുമരുകൾക്കകത്ത് നിയമവിജ്ഞാനം ആരുടെയൊക്കെയോ കൈകളിലെത്തുന്നതും കാത്ത് വീർപ്പുമുട്ടി കഴിയുകയാണ്. തേഞ്ഞു പഴകിയ ഇരുൾ നിറഞ്ഞ പഴയൊരു മുറിക്കകത്തു നിന്ന് വെളിച്ചത്തിന്റെ നിറവിലേക്ക് മാറിയപ്പോൾ ഈ വിദ്യാർത്ഥികളെ പോലെ തടിച്ച ഈ പുസ്തകങ്ങളുടെ താളുകളും സന്തോഷിച്ചിരുന്നിരിക്കാം. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ആരുടെയൊക്കെയോ ഭാവി എന്തെന്ന് തീരുമാനിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ തൂലികത്തുമ്പിൽ നിന്നും മുതിർന്നു വീണ വാക്കുകൾ അച്ചടി മഷിപുരണ്ട് AAR-ആയും SCC-ആയും KLT-ആയും തടിച്ച പുറഞ്ചട്ടകളിൽ ഒളിച്ച് ഒതുങ്ങിക്കൂടിയിരിക്കുന്നത് ഈ അലമാരകൾക്കുള്ളിലാണ്. അതെ, കേരളത്തിലെ ഏറ്റവും വലിയ നിയമ ലൈബ്രറിയായി ഇന്നത് മാറിയെന്ന് പറയുമ്പോൾ വിപുലമായ ഗ്രന്ഥശേഖരത്തിന്റെ വ്യാപ്തി എത്രയെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ.
സീനിയേഴ്സിനു വേണ്ടി, നാളത്തെ സീനിയേഴ്സായി മാറുന്നതിനു വേണ്ടി നല്ലവരായ ജൂനിയർ വിദ്യാർത്ഥികൾ ഏറെയും ആദ്യകാലം ചെലവിട്ട് അറിയില്ലാത്ത വിഷയങ്ങൾ പകർത്തി എഴുതുന്നത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. ഇരുണ്ട ഈ ഇടനാഴികൾക്കരികിലായി വീർപ്പുമുട്ടിക്കഴിയുന്ന പുസ്തകങ്ങളിലേറെ എണ്ണവും ശാപമോക്ഷവും കാത്തു കഴിയുകയാണ്. ഇങ്ങനെയൊക്കെ ശ്രേഷ്ഠതകളും ന്യൂനതകളും അവകാശപ്പെടുന്ന ഈ ഗ്രന്ഥപുരയ്ക്കകത്ത് ഒരിക്കൽ പോലും കാലെടുത്തു വയ്ക്കാത്ത അതിസമർത്ഥർക്കും എന്നും ഇതിനകത്ത് തന്നെ കഴിഞ്ഞുകൂടുന്നവർക്കും, അഥവാ നിയമം അറിഞ്ഞു പഠിക്കുന്നവർക്കും അറിയാതെ പഠിച്ചു പോകുന്നവർക്കും മറന്നുവെച്ചു പോവാൻ കഴിയാത്ത ഒന്നായി പുതിയ വായനക്കാരനെയും കാത്തിരിക്കുകയാണ് ഈ ലൈബ്രറി. കുട്ടനാടൻ പുഞ്ചയിലെ ഹലോ, ഞാൻ വിനയൻ. അബുദാബിയിൽ ചൂടെങ്ങനെയുണ്ട്? ഇവിടെ ഭയങ്കര മഴയാ. ഇവിടെ എത്താൻ ഞാൻ പെട്ട പാടെ. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോ STD/ISD നിരക്കുകൾ മറ്റേത് ഫോണിനേക്കാളും ഇപ്പോൾ എസ്കോട്ടലിൽ കുറവ്. പിന്നെ മറ്റൊരു ഫോണിനായി ഓടണോ? Music World. Enjoy the power. ഇവിടമാണ് ക്യാമ്പസിന്റെ ഏറ്റവും ജീവൻ തുടിക്കുന്ന ഈറ്റില്ലം. ഇവിടെയാണ് നാളെകളിൽ കറുത്ത ഗൗണിനകത്ത് നിയമം പൊതിഞ്ഞ് പുതിയ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുന്നവർ മനസ്സ് തുറന്നു വയ്ക്കുന്നത്. ഇത് ഇവർക്ക് മാത്രം സ്വന്തമാണ്. പക്ഷേ ആദ്യ വർഷം യാതൊന്നും ഇവരുടെ സ്വന്തമല്ല. ഇതിനു മുമ്പേ ഇവിടങ്ങളിൽ നിന്ന് മാറി നടന്ന് തന്റേതായ ഇടം കണ്ടെത്തിയ തന്റേടികൾ അനുവദിച്ചു തരുന്ന ഒരു പരിധിവരെ മാത്രമാണ് ഇവരുടേതായി അവശേഷിച്ചിരുന്നത്. ഒന്നുണ്ട്, മറ്റേതൊരു ക്യാമ്പസും പോലെ സൗഹൃദം അലങ്കാരമായി അഭിനയിക്കുന്നവർ ഇവിടെ കാണുക വിരളമാണ്. ഓർമ്മയുടെ ചെപ്പുകളിൽ കോറിയിടുന്ന കലാലയ സ്മരണകൾ തളിർക്കുന്നത് ഇവിടെ നിന്നുമാണ്.
ഇതിനകത്ത് കടന്നെത്തിയപ്പോഴാണ് അറിഞ്ഞ കഥകളിൽ നിന്നും ഭിന്നമായ ലോക്കോസ് സംസ്കാരത്തെ കണ്ടെത്തുവാനായത്. ബൊളീവിയൻ കാടുകളിൽ വിപ്ലവത്തിന്റെ വിത്ത് മുളയ്ക്കുമ്പോഴും സമൂഹത്തെ പുറകോട്ട് നയിക്കുന്ന ഭരണവർഗങ്ങളുടെ തീട്ടൂരങ്ങൾ തീരാ കളങ്കമായി മാറുമ്പോഴും ആദ്യം പ്രതിഷേധിക്കുന്നവന്റെ സ്വരമുയർന്നിരുന്നത് ഇവിടെ നിന്നുമായിരുന്നു. എന്തിനേയും സരസമായി കാണുവാനും ചിരിവിടർത്തുന്ന പ്രതിപ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കുവാനും മുമ്പേ നടന്നു നീങ്ങിയ മഹാരഥന്മാർ കാണിച്ചതെന്ന് ലോ കോളേജിന് മാത്രം പരിചിതമായിരുന്ന വഴികളിലൂടെ തന്നെയാണ് ഇവരും കടന്നു പോകുന്നത്. ഇതിനകത്തൊരാളായി മാറാൻ ആർക്കും അധിക നേരം വേണ്ടിവരുന്നില്ല. എനിക്കും. അതെ, ഇന്ന് ഞാനും ഇതിലൊരാളായി മാറി. ഈ ആഹ്ലാദങ്ങൾക്കകത്ത് എല്ലാം മറന്നു പോവുകയാണ്. ഈ ആരവങ്ങൾ ഇടവേളകളില്ലാതെ എന്നും ഇവിടെ നിറഞ്ഞു നിന്നിരുന്നു.
ഉത്സവകാലം ആരംഭിക്കുകയാണ്. ഏറെ അടുത്ത മനസ്സുകളിൽ പൊന്നോണത്തിന്റെ പൂവിളി ഉയരുകയാണ്. ആർഭാടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി ഉള്ളതുകൊണ്ട് ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. എല്ലാം മറന്ന് എല്ലാവരും ഒന്നുപോലെ കഴിയുന്ന നാളുകളുടെ ഓർമ്മകളിലേക്ക് ഞങ്ങളുടെ യാത്ര ഇങ്ങനെയൊക്കെയാണ്. കാറ്റേ ഒന്ന് ചിറ്റിയടിച്ചാട്ടെ മഴ തുള്ളി തുള്ളിച്ചാട്ടെ ഇടി മിന്നലെറിഞ്ഞാട്ടെ ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചിട്ടിയടിച്ചാട്ടെ മഴ തുള്ളി തുള്ളിച്ചാട്ടെ ഇടി മിന്നലെറിഞ്ഞാട്ടെ മകരം മഞ്ഞാടയാൽ പൊതിയും പൂമ്പാറ്റയെ കനവിൻ കണ്ണാടിയിൽ തെളിയും വാർത്തകളെ മുത്തുമായി മുത്തം വെക്കും നക്ഷത്രമല്ലേ ഞാൻ ഭീഗി 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 love you baby hi biggie 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 love you baby ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചിറ്റിയടിച്ചാട്ടെ മഴ തുള്ളി തുള്ളിച്ചാട്ടെ ഇടി മിന്നലെറിഞ്ഞാട്ടെ ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചിട്ടിയടിച്ചാട്ടെ മഴ തുള്ളി തുള്ളിച്ചാട്ടെ ഇടി മിന്നലെറിഞ്ഞാട്ടെ നിന്മയിൽ ഞാൻ തൂവൽ തുമ്പൽ തൊട്ടാൽ പൊന്നെ പുന്നരെ വറുട്ടം കൊട്ടാരം നീലാവിലെ മഞ്ഞിൻ മേട്ടിൽ മാർബൽ കൊട്ടാരം എന്നെ നോക്കാതെ ഒന്നും മിണ്ടാതെ വേനൽ കയ്യാൽ തൊട്ടാ പൊട്ടും വെണ്ണക്കല്ലേ Biggie, 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 biggie. love you baby Hi biggie, 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 biggie. love you baby ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചിറ്റിയടിച്ചാട്ടെ മഴ തുള്ളി തുള്ളിച്ചാട്ടെ ഇടി മിന്നലെറിഞ്ഞാട്ടെ ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചിട്ടിയടിച്ചാട്ടെ മഴ തുള്ളി തുള്ളിച്ചാട്ടെ ഇടി മിന്നലെറിഞ്ഞാട്ടെ കണ്ടപ്പോഴൻ കണ്ണിൽ മിന്നി നീലച്ചെന്തിനാളം ചേർന്നപ്പോഴൻ ശ്വാസക്കാറ്റിൽ കേട്ടു ടിറ്റിത്താളം തമ്മട്ടല്ലേ നിനി പട്ടാൽ മുടല്ലേ ചെന്താമര ചുണ്ടിൽ ചുണ്ടാൽ ചായം തെക്കൂലേ കണ്ണെ കണ്ണാരേ കണ്ണൻ നീയല്ലേ ആരോ രാവിൽ താനെ മൂളും മൂളിപ്പാട്ടല്ലേ ഭീഗി 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 love you baby hi biggie 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 love you baby ചിലമ്പൊലിക്കാറ്റേ
ഒന്ന് ചിറ്റി അടിച്ചാട്ടെ മഴ തുള്ളി തുള്ളിച്ചാട്ടെ ഇടി മിന്നലെറിഞ്ഞാട്ടെ ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചിട്ടി അടിച്ചാട്ടേ മഴ തുള്ളി തുള്ളിച്ചാട്ടേ ഇടി മിന്നലെറിഞ്ഞാട്ടേ Mahazia wahiala wahiala zia mehosaya Mahazia wahiala wahiala zia mehosaya உன்னை
ദുബായിക്ക് വിളിക്കണമല്ലോ. ഫോൺ ആരെങ്കിലും കണ്ടോ? സുനന്ദ, നീ കണ്ടോ മോളെ? ഞാൻ കണ്ടില്ലമ്മേ. നിങ്ങളെങ്കിലും കണ്ടോ? എവിടെ പോയി ഈ ഫോൺ? പാവം മോൾ. STD IST നിരക്കുകൾ മറ്റേത് ഫോണിനേക്കാളും ഇപ്പോൾ എസ്കോട്ടലിൽ കുറവ്. മരണവീടുകളിൽ മാത്രം കാണുന്ന ഈ പുഷ്പചക്രം ഇവിടുത്തെ ഓണാഘോഷത്തിനിടയിൽ സഞ്ചരിക്കുന്ന പൂക്കളുമായി ഞങ്ങൾ കൊണ്ടു നടന്ന് മാവേലി അന്വേഷിക്കുകയാണ്. ഇല്ല, ഈ കാഴ്ച കണ്ട് എല്ലാവരും ഓടിപ്പോയ കൂട്ടത്തിൽ മാവേലിയും തടി തപ്പിയിട്ടുണ്ടാവും. ഇതാണ് ബാർ അസോസിയേഷൻ ഹാൾ. ബാറിലെ വെള്ളം കുടിച്ച് മൂത്രത്തിലെ കല്ല് കളയുന്ന ചികിത്സയ്ക്കും ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ആഘോഷത്തിന് കൊഴുപ്പേകാൻ നടൻ ജയറാം ഉടനെ ഇവിടെ എത്തും. സുന്ദരമായ ആ മുഖമൊന്ന് കാണുവാനായി തടിച്ചുകൂടിയിരിക്കുന്ന ഇവർക്ക് മുന്നിലേക്ക് അത്ര സുന്ദരമല്ലാത്ത മുഖവുമായി ഈ ജയറാമാണ് എത്തിയത്. കൂടുതൽ ബലം പിടിച്ചാലുണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങളെ ചിരിച്ചുകൊണ്ട് ഓർത്തെടുക്കുകയാണ് ഈ കൂട്ടുകാരി. ചർമ്മത്തിന്റെ കനം കൊണ്ട് എന്തിനേയും നേരിടുന്ന ഇവരോട് യാതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടെ പഴയ ഗുരുകുല സമ്പ്രദായം തന്നെ ഇപ്പോഴും തുടരുന്നു. ആലിൻ ചൂട്ടിൽ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ ഇരുന്ന് പഠിക്കുന്നത്. ഈ ചുമരുകൾ പൊട്ടിപ്പൊളിഞ്ഞു പോയതല്ല. ക്ലാസ് റൂമിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇത് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. നോട്ടീസുകളില്ലാത്ത ഞങ്ങളുടെ സ്വന്തം നോട്ടീസ് ബോർഡ്. യാതൊന്നും ഇവിടെ പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ലെങ്കിലും എല്ലാം ഗണിച്ചറിയാനായി ഇവിടെ പ്രത്യേക പരിശീലനം നൽകി വരുന്നുണ്ട്. ദാ ഈ ടാപ്പ് അല്പം മേൽപോട്ട് ഉയർത്തിയാൽ നല്ല ശുദ്ധവായു ലഭിക്കും. കാരണം വെള്ളമില്ലാത്ത ഇതിനകത്ത് ധാരാളം ഓക്സിജൻ ഒരുപാട് കാശ് ചെലവഴിച്ച് നിറച്ചു വച്ചിരിക്കുകയാണ്. കേരളത്തിലെ പ്രശസ്ത കായിക താരങ്ങൾ ഈ ഗ്രൗണ്ടിൽ പരിശീലിച്ചാണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുന്നത്. ഇത് ഇതുവരെയും ഒരു കായിക താരവും പുറത്തുവിടാത്ത പരമരഹസ്യമാണ്. ഇതാരാണെന്ന് ഇത് വരച്ചവർക്കോ
ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കോ ആർക്കും അറിയില്ല. പക്ഷേ ഞങ്ങൾക്കറിയാം. എന്നാലും ഞങ്ങൾ ഇതാരോടും പുറത്തു പറയുന്നില്ല. ലോ കോളേജിനകത്തേക്ക് നോക്കി ചുമ്മാ റിസ്ക് എടുക്കാൻ തയ്യാറാവാത്ത ഈ നാട്ടുകാരുടെ പരക്കം പാച്ചിലിന് ഇവിടെ എത്തുമ്പോ എന്തു വേഗമാണെന്നോ. ദേ, ഇത് ഞങ്ങളുടെ സഹോദര സ്ഥാപനം. പല മനസ്സാണെങ്കിലും ഒരു മെയ്യായി തീർന്ന് സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിയാൻ ഇവരെ പുറത്തേക്ക് കാണാറില്ല. കാരണം നാണം കൊണ്ടാണേ. ദാ, ഇതാണ് ഇക്കിളി ഉൽപ്പാദിപ്പിക്കുന്ന ലോ കോളേജിൽ മാത്രം കാണുന്ന ഇക്കിളിമൂല. എന്ത് നടന്നാലും അതൊന്നും ഞങ്ങളെ അറിയിക്കരുതേ എന്ന അഭ്യർത്ഥനയോടെ ഇവിടെ ഇരിക്കുന്നു ഇവർ ഇക്കിളി വിതറിക്കൊണ്ട്. ഇക്കിളിമൂലയിലെ ഈ കാഴ്ചകൾ കണ്ട് കണ്ട് ശുദ്ധഗതിക്കാരായ ഈ പ്രാവുകൾ ഇന്നിങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്. സത്യം പറഞ്ഞ ഇവിടെ എത്തുന്നതുവരെ ഇവർ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ദുബായിക്ക് വിളിക്കണമല്ലോ. ഫോൺ ആരെങ്കിലും കണ്ടോ? സുനന്ദേ, നീ കണ്ടോ മോളെ? ഞാൻ കണ്ടില്ലമ്മേ. നിങ്ങളെങ്കിലും കണ്ടോ? എവിടെ പോയി ഈ ഫോൺ? പാവം മോൻ. STD IST നിരക്കുകൾ മറ്റേത് ഫോണിനേക്കാളും ഇപ്പോൾ എസ്കോട്ടലിൽ കുറവ്. ഹലോ, ഞാൻ വിനയൻ. അബുദാബിയിൽ ചൂടെങ്ങനെയുണ്ട്? ഇവിടെ ഭയങ്കര മഴയാ. ചൂട് എത്താൻ ഞാൻ പെട്ട പാടെ. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോ STD IST നിരക്കുകൾ മറ്റേത് ഫോണിനേക്കാളും ഇപ്പോൾ എസ്കോട്ടലിൽ കുറവ്. പിന്നെ മറ്റൊരു ഫോണിനായി ഓടണോ? കുട്ടനാടൻ പുഞ്ചയിലെ ഇത് ഹൗസ് ഓഫ് ലോർഡ്സ്. സ്വപ്നങ്ങളോടൊപ്പം ഞങ്ങൾ അന്തിയുറങ്ങിയത് ഇവിടെയായിരുന്നു. നമ്മുടെ ക്യാമ്പസിനെ പുറം ലോകം അറിഞ്ഞിരുന്നത് പ്രഭുഭവനത്തിലെ ചില കുസൃതികൾ കൊണ്ട് തന്നെയായിരുന്നു. ജീവിതവുമായി പറ്റിച്ചേർന്ന് പറിച്ചെറിയാൻ കഴിയാത്ത നിമിഷങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് ഇവിടെയായിരുന്നു. ഒരു കാലത്ത് ലോ കോളേജിൽ മാത്രമല്ല എറണാകുളത്ത് വരെ എന്ത് നടക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ടിരുന്ന വെച്ചത് ഈ ഹോസ്റ്റലിലെ അന്തേവാസികളാണ്. അത്ര വലിയ ആളുകൾ പഠിച്ചും താമസിച്ചൊക്കെ പോയ ഈ ഒരു സ്ഥാപനത്തിൻ്റെ അവസാന കന്യാകാൻ പറ്റിയതിൽ എനിക്കും ബെഞ്ചാമിനൊക്കെ വളരെ അതിയായ സന്തോഷമുണ്ട്. ക്യാമ്പസിൽ പല മനസ്സുകളായി കഴിഞ്ഞിരുന്നവർക്ക് ഇവിടേക്കെത്തിയാൽ മറയില്ലാതെ ഒരു മനസ്സായി മാറാൻ അധിക നേരം വേണ്ടി വന്നിരുന്നില്ല. അധികാരികൾക്കും പ്രാന്തനിവാസികൾക്കും അലോസരം പണിതീർക്കുന്നത് എങ്ങനെയെന്ന് ഗവേഷണം നടന്നിരുന്നതും ഇവിടെയായിരുന്നു. നമ്മുടെ ക്യാമ്പസിന്റെ ഓരോ നാളേകളും എങ്ങനെ ജീവിച്ചു തീർക്കണമെന്ന് തീരുമാനിക്കപ്പെട്ടിരുന്നതും ഇവിടെ വച്ചായിരുന്നു.
സ്ട്രീക്കിങ്ങും ശ്വാന പ്രദർശനവും പുഷ്പ പ്രദർശനവും എല്ലാം മാലോകർക്ക് സമ്മാനിക്കപ്പെട്ടിരുന്നത് ഉറങ്ങാത്ത രാവുകളിൽ ഉണർന്നിരിക്കുന്ന മനസ്സുകളിലെ ചിന്തകളുടെ പരിണത ഫലമായിട്ടായിരുന്നു. ഇന്ന് പടിയിറക്കപ്പെട്ടവരുടെ അവസാന കണ്ണിയിൽ കൂട്ടം ചേർന്ന് ഒരു നാൾ തിരിച്ചു നടക്കുമ്പോൾ ലഹരിമൂത്ത മനസ്സിൽ എന്നും പിറവിയെടുത്ത വരികൾ എന്റെ മനസ്സിൽ താലോലിച്ചുകൊണ്ട് തന്നെയാണ്. കാൽപ്പനിക ചിന്തകളിൽ സ്വർഗം സ്വപ്നം കണ്ടുറങ്ങുന്നവരെ, ഉറക്കം നടിക്കുന്നവരെ, നിലാവ് കൊണ്ട് താജ്മഹാൽ തീർക്കുവാൻ കൊതിച്ചവർ ഇവിടെ ജീവിച്ചിരുന്നു. ഒടുവിൽ മാർച്ച് മാസം വന്നെത്തി. വിരഹവിഷാദങ്ങൾ മനസ്സിൽ കൂടുകൂട്ടുന്ന കാലം. ഇനി ഈ ക്യാമ്പസ് എന്റെ സ്വന്തമെന്ന് കരുതാൻ അധിക നാളില്ല. ആദ്യമായി ഇവിടേക്ക് വന്നതും ഈ 4 ചുവരുകൾക്കകത്ത് എല്ലാം മറന്ന് കൈമാറിയെത്തിയ സൗഹൃദങ്ങൾക്കകത്ത് പുതിയ സങ്കേതം കണ്ടെത്തിയതും മനസ്സിൽ മായാമുദ്രകൾ തീർത്ത പുഞ്ചിരികൾ സമ്മാനിച്ചതും പെയ്തൊഴിയാത്ത കാർമേഘം പോലെ കാത്തുവച്ച പ്രണയം ഒത്തിരി പൊട്ടിച്ചിരികൾക്ക് നടുവിലെ ഒരു നൊമ്പരമായി മാറിയതും ഒക്കെ ഓർമ്മകളായി മാറുകയാണ്. ഒരു വട്ടം കൂടി ഈ കാഴ്ചകളിലേക്ക് ഞാൻ കണ്ണയക്കുകയാണ്. ഇനി ഈ കാഴ്ചകൾ ഒരപരിചിതൻ്റേത് മാത്രമാവുകയാണ്. എന്റെയും പാദമുദ്രകൾ നിറഞ്ഞ ഈ മുറ്റത്ത് നിന്ന് ഞാൻ തിരിച്ചിറങ്ങുകയാണ്. കൊഴിഞ്ഞു വീഴുന്ന ശിശിരം പോലെ താഴ്ന്ന ശിരസുമായി ഞാനും പടിയിറക്കം ആരംഭിക്കുകയാണ്. അവസാന നാളിലെ ആഹ്ലാദം പങ്കുവയ്ക്കുവാൻ ഒരുങ്ങുകയാണ് ഞങ്ങൾ. മറനീക്കിയെത്തുന്ന വിരഹ നൊമ്പരത്തെ മറച്ചു പിടിച്ച് പുതിയ ജീവിതതാളങ്ങൾ കണ്ടെത്താനായി ചുവടുവയ്ക്കുകയാണ് ഞങ്ങൾ. നുരയുന്ന ഈ ആഹ്ലാദങ്ങൾക്കകത്തും എന്റെ ചിന്തകൾ അല്പനേരത്തിനൊടുവിൽ എല്ലാ ഓർമ്മകളെയും ചേർത്ത് പിടിച്ച് തിരിഞ്ഞു നടക്കുന്ന ആ നിമിഷങ്ങളെക്കുറിച്ച് മാത്രമായിരുന്നു. കുറച്ചു നേരം കൂടി നമുക്കിവിടെ നമ്മളായി മാറാം. കുറച്ചു നേരത്തേക്ക് കൂടി മാത്രം.
his drinking and lusting and his hunger for power became known to more and more people, the demands to do something about this outrageous man became louder and louder. മാർച്ച് 31 മരിക്കാത്ത ഓർമ്മകൾ സമ്മാനിക്കുന്ന കലാലയ ദിനങ്ങൾ തൂക്കിലേറ്റപ്പെടുന്ന നാൾ. അതേ കൂട്ടരെ, നമ്മൾ പടിയിറങ്ങുകയാണ്. ഔപചാരികതകൾക്കപ്പുറത്തും യാത്ര പറയുന്നത് നൊമ്പരപ്പെടുത്തലാണെന്ന സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ. ഇനി എന്നാണ് ഈ കലാലയ മുത്തശ്ശിയുടെ മടിത്തട്ടിൽ ഞങ്ങളുടേതെന്ന അവകാശത്തോടെ നടക്കാനാവുക? ഇനി എപ്പോഴാണ് അപരാധങ്ങൾ മുളപൊട്ടുന്ന ഈ മരത്തണലിൽ ഒത്തുചേരാനാവുക? ഇനി എങ്ങനെയാണ് ഇല്ലാത്ത കഥകൾക്ക് ജന്മം കൊടുത്ത് എല്ലാം മറന്ന് ഒന്ന് ചിരിക്കാനാവുക? നീ ഓർക്കുന്നുവോ ആദ്യമായി നമ്മൾ കണ്ടുമുട്ടിയത്? അതെ അതെ സ്നേഹിത, അന്നായിരുന്നു നമ്മൾ ചരിത്രമുറങ്ങുന്ന ഈ കലാലയത്തിൻ്റെതായി മാറിയത്. അവിടെ നിന്നായിരുന്നു ഈ കലാലയത്തിന്റെ ചരിത്രത്തിനൊപ്പം നടന്നു തുടങ്ങിയത്. പരിഭവം കലർന്ന സ്നേഹവും സ്നേഹം കലർന്ന പരിഭവവും കൈമാറിയത്. ഇല്ലാത്ത കലാപരിപാടികൾ വല്ലാത്ത ആർപ്പോടെ കലാപ പരിപാടികളാക്കി മാറ്റിയത്. നഗരത്തിൽ അരങ്ങേറുന്ന കലോത്സവങ്ങൾ ആത്മാർത്ഥമായ കൂവലോടെ കൊഴിപ്പിച്ചെടുത്തത് ഒക്കെയും പെറുക്കിയെടുത്ത് ഓർമ്മയുടെ താളുകളിൽ കോറിയിട്ട് നമ്മളല്ലാതാവുകയാണെന്ന് അപരിചിതത്വത്തിന്റെ മൂടുപടമണിയും മുമ്പ് അല്പനേരം കൂടി നമുക്ക് പിന്നിലേക്ക് നടക്കാം. ഒടുവിൽ മറക്കില്ലൊരിക്കലുമെന്ന ആശംസ മൊഴിഞ്ഞ് ഒരിക്കലും മഴയരുതെന്ന് ആഗ്രഹിച്ച് കോർത്ത കയ്യിൽ നിന്നും വിരലുകളെ ഊർത്തിയെടുത്ത് യാത്രയാവുകയാണ്. ഇല്ല, ഇനിയും തിരിഞ്ഞു നോക്കാനാവുന്നില്ല. കാഴ്ചയെ മറയ്ക്കുന്ന കണ്ണീരുമായി താഴ്ന്ന ശിരസുമായി തിരികെ നടക്കുമ്പോൾ ഓർമ്മകൾ പെയ്തിറങ്ങുകയാണ്. ഇന്നലകളിൽ ഈ കലാലയം സമ്മാനിച്ച ഓർമ്മകൾ നൊമ്പരങ്ങളായി പിറകെ എത്തുകയാണ്. അതെ, ലോ കോളേജിന്റെ മറക്കാൻ കഴിയാത്ത ഇന്നലകളിലേക്ക് മിഴികൾ തുറന്നു വച്ച് നമുക്കിറങ്ങാം. ആരോ മൂളിയ കവിതകൾ എന്നെ പിറകോട്ട് വലിക്കുമ്പോഴും നേർത്തലിഞ്ഞ ആ ഈരടികൾ താലോലിച്ചുകൊണ്ട് ഞാനും തിരിച്ചിറങ്ങുന്നു.
മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതത്തീലി തന്നു. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതത്തീലി തന്നു. എന്റെ ചിറകിനാകാശവും നീ തന്നു. നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു. ആത്മശിഖരത്തിലൊരു കൂടു തന്നു. ഒരു കുഞ്ഞു പൂവിലും തളിർ കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ. ഒരു കുഞ്ഞു പൂവിലും തളിർ കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ. ജീവനൊഴുകുമ്പോഴൊരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്ന പുഴയെങ്ങു വേറെ. കനവിന്റെ ഇതളായി നിന്നെ പടർത്തി നീ വിരിച്ചൊരാകാശമെങ്ങു വേറെ. ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവി തൻ താരാട്ടു തളരുമ്പോഴും. ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവി തൻ താരാട്ടു തളരുമ്പോഴും. കനിവിലൊരു കല്ലു കനിമധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു. നിന്നിലഭയം തിരഞ്ഞു പോവുന്നു. അടരുവാൻ വയ്യ, അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും. ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണെൻ്റെ സ്വർഗം. ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണെൻ്റെ സ്വർഗം. നിന്നിലടിയുന്നതേ നിത്യസത്യം.